അസ്സലാമു അലൈക്കും. ഏറ്റവും പ്രിയപ്പെട്ടവർ, അങ്ങനെ ബഹുമാനപ്പെട്ട ശൈഖുന യാത്രയായി. അങ്ങയുടെ മരണവാർത്ത കേട്ട സമയം മുതൽ പതിനായിരങ്ങളാണ് അങ്ങയെ അവസാനമായി ഒരു നോക്ക് കാണാൻ, അങ്ങേക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലൊന്ന് പങ്കുചേരാൻ മരണവാർത്ത കേട്ടതു മുതൽ അങ്ങയുടെ ആ നാട്ടിലേക്ക് ഒഴുകിയെത്തിയ ജനസാഗരം. അവസാനമായി അങ്ങയുടെ അവസാന യാത്രയിലും ആയിരങ്ങൾ അങ്ങയെ അനുഗമിച്ചു, അങ്ങയോട് പുറകെയുണ്ടായിരുന്നു. അങ്ങയുടെ മാതാപിതാക്കളുടെ ചാരെ, അങ്ങയുടെ സഹോദരങ്ങൾക്ക് ചാരെ ഇന്ന് നിങ്ങൾ 6 അടി മണ്ണിലേക്ക് അങ്ങ് പടുത്തുയർത്തിയ പതിനായിരക്കണക്കിന് പണ്ഡിത സുഹൃത്തുക്കളുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടി അങ്ങ് വളർത്തി വലുതാക്കിയ ലക്ഷോപലക്ഷം വരുന്ന സംഘടനാ പ്രവർത്തകരുടെ, പ്രസ്ഥാന സ്നേഹികളുടെ കണ്ണീരിൽ ചാലിച്ച ആത്മാർത്ഥമായ പ്രാർത്ഥനയുടെ തണുപ്പ് കൊണ്ടും മഴ പെയ്ത് തണുത്ത ആ മണ്ണിൻ്റെ ഈറൻ കൊണ്ടും അങ്ങ് ഇതുവരെ പ്രവർത്തിച്ചതിൻ്റെ കൂലി ആസ്വദിക്കാൻ അങ്ങ് ഇന്നു മുതൽ തുടക്കം കുറിക്കുകയാണ്. ഇന്നു മുതൽ അങ്ങ് സുന്ദരമായൊരു ജീവിതം ആ 6 അടി മണ്ണിൽ ജീവിതത്തിന് തുടക്കം കുറിക്കുകയാണ് എന്നുള്ള കാര്യത്തിന് സംശയമില്ല. അറിവ് കൊണ്ടും പാണ്ഡിത്യം കൊണ്ടും ഒരുപാട് ഉയർച്ചയിലെത്തിയിട്ടും ആഗോളതലങ്ങളിൽ പോലും അങ്ങയുടെ പാണ്ഡിത്യത്തെ അത്രമേൽ വാതോരാതെ ആളുകൾ പ്രശംസിച്ചിട്ടും അങ്ങയുടെ വാക്കിലോ ജീവിതത്തിലോ പെരുമാറ്റത്തിലോ ഒരു അഹങ്കാരത്തിൻ്റെയോ ഒരു അഹംഭാവത്തിൻ്റെയോ കണിക പോലും ഞങ്ങൾ കണ്ടിട്ടില്ല. അങ്ങ് നടന്നു പോകുന്ന മണൽത്തരികൾക്ക് പോലും അങ്ങ് അവയുടെ മുകളിലൂടെ നടന്നു പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം മാത്രമാണ്. അത്രമേൽ വിനയമായിരുന്നു, അത്രമേൽ ലാളിത്യമായിരുന്നു, അത്രമേൽ എളിമയായിരുന്നു. അങ്ങേക്ക് ഇനി സന്തോഷിച്ച ഖബർ ജീവിതത്തിൽ തുടക്കം കുറിക്കാം. നാളിതുവരെ ചെയ്ത പ്രവർത്തനങ്ങളുടെ ആ ഒരു കൂലി ആസ്വദിച്ചുകൊണ്ട് ആ പവിത്രമായ സംഘടനാ പ്രവർത്തനകളുടെ, ഉസ്താദുമാരുടെ, 10,000 ലക്ഷക്കണക്കിന് ആളുകളുടെ ഇടനെഞ്ചിലുള്ള ആ ഒരു പ്രാർത്ഥനയോടുകൂടി ഇന്ന് നിങ്ങൾ പുതിയ ജീവിതത്തിലേക്ക് തുടക്കം കുറിക്കുകയാണ്. അങ്ങയെ കാത്ത് അള്ളാഹുവിൻ്റെ മാലാഖമാർ കാത്തിരിക്കുന്നുണ്ടാവും. അങ്ങേക്ക് മുമ്പ് ആ പ്രസ്ഥാനത്തെ നയിച്ചുപോയ ഉലമാക്കളും ഉമറാക്കളും സയ്യിദന്മാരും അങ്ങയെ അവിടെ വരെ വരവേൽക്കാൻ കാത്തിരിക്കുന്നുണ്ടാവും. ഇൻഷാ അല്ലാഹ് അങ്ങയോടുകൂടെ മൺമറഞ്ഞുപോയ നേതാക്കളോടുകൂടെ ഹബീബായ മുത്തു റസൂലിന്റെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാൻ ഈ പാവപ്പെട്ട ഞങ്ങൾക്കും ഒരവസരം നൽകണേ അല്ലാഹ്. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.